രാവിലെ തന്നെ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത് അത് സ്വപ്നത്തിലായിരുന്നെന്ന്. സത്യത്തിൽ അമ്മ വാതിലിൽ തട്ടുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 8 മണിയായിരിക്കുന്നു. അലാറം അടിച്ചത് പോലും അറിഞ്ഞില്ല. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തളർന്നു കിടന്നുറങ്ങുകയായിരുന്നു. ഞാൻ പതിയെ എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. അമ്മ വാതിൽക്കൽ നിൽക്കുന്നു. ഞാൻ ആകെയൊന്ന് നോക്കി. കുളിച്ച് നല്ല സാരിയൊക്കെ ഉടുത്ത് നിൽപ്പാണ്. അമ്മ, ഡാ, നീ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? ജോലി കിട്ടിയിട്ട് തന്നെ 2 മാസം പോലും ആയില്ലല്ലോ. അപ്പോഴേക്കും ലീവാണോ നീ? ഞാൻ, അല്ലാമ്മേ, പോകാം. ഉം. അമ്മ ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിന്നു. എൻ്റെ മനസ്സിൽ വീണ്ടും ചിന്തകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ചേച്ചി. ഉടനെ തന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കി. ചേച്ചിയുടെ 5-6 മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് വരെ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞാൻ ഉടൻ തന്നെ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ആകെ മൊത്തത്തിൽ ഒരു വല്ലായ്മ പോലെ. കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഒരു ഉന്മേഷമില്ല. ജോലിക്ക് പോകണോ അതോ വേണ്ടേ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അപ്പം ചുടുകയാണ്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നിട്ട് തോളിൽ കൈയിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ഒരു തലവേദന. അത് കേട്ടതും അമ്മ എന്നെ തിരിഞ്ഞു നോക്കി. അമ്മ, എന്തു പറ്റി പെട്ടെന്ന് ഒരു തലവേദന? ഇന്നലെ ആവശ്യമില്ലാത്തത് വല്ലതും സേവിച്ചോ? അമ്മ കുറച്ച് ഗൗരവത്തിലാണ് അത് ചോദിച്ചത്. കാരണം ഒരെണ്ണം സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പല കുരുത്തക്കേടുകളും കാണിക്കാറുണ്ടായിരുന്നു. അതൊക്കെ പയ്യെ പറയാം. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ലമ്മേ, രാത്രിയിലെ ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. ഞാൻ ഒരു കള്ളം പറഞ്ഞു. അമ്മ, നീ ഫുഡ് കഴിച്ചിട്ട് കിടക്ക്, അല്ലെങ്കിൽ തലവേദന കൂടുകയുള്ളൂ. അങ്ങനെ ഞാൻ ഹാളിലേക്ക് ചെന്ന് ചായ കുടിക്കാനിരുന്നു. പിന്നെ അമ്മയെ കാണിക്കാനായി മുഖത്ത് ഒരു ക്ഷീണഭാവം ഫിറ്റ് ചെയ്തു. അങ്ങനെ ടേബിളിൽ അപ്പവും മുട്ടക്കറിയും ചായയും നിരത്തി വെച്ചു. ചായ എന്ന് പറഞ്ഞാൽ അല്പം ഏലക്കയും ഇഞ്ചിയുമൊക്കെ ഇട്ട ഒരു കടുപ്പം കുറഞ്ഞ ചായയാണ്. എൻ്റെ ഫേവററ്റാണത്. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് എണീറ്റ് കൈ കഴുകി റൂമിലേക്ക് ചെന്നു. പിന്നെ വാതിലടച്ച് ബെഡിലേക്ക് ചാഞ്ഞു. ഫോൺ എടുത്ത് ബോസിന് ലീവ് റിക്വസ്റ്റ് മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയെ വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ കോൾ എടുക്കുന്നില്ല. അപ്പോഴേക്കും ബോസിൻ്റെ ലീവ് സാങ്ഷൻ ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് വന്നു. പിന്നെ ഫോൺ ബെഡിൽ വെച്ച് വെറുതെ അങ്ങനെ കണ്ണടച്ച് കിടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയായിരുന്നു. അതാണ് ജോലിക്ക് പോകാതിരുന്നത്. തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞാൻ ചാടി എണീറ്റു. ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ചേച്ചിയുടെ കോളാണ്. ഞാൻ ഉടനെ കോൾ എടുത്തു. ഹലോ, എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിരുന്നല്ലോ. ചേച്ചി, രാവിലെ കുറച്ച് പണിയിലായിരുന്നു. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമായിരുന്നു. കോൾ വന്നത് അറിഞ്ഞില്ല. ഞാൻ, അല്ല ചേച്ചി, ഇന്നലെ എന്ത് മാജിക്കാ കാണിച്ചേ? തലയ്ക്ക് ആകെ ഒരു എന്തോ പോലെ. എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. ചേച്ചി, ഞാനെന്ത് ചെയ്തു? നിനക്കല്ലേ ഇന്നലെ മതം പൊട്ടിയത്? അത് കേട്ട് ഞാൻ ആക്കിയൊന്ന് മോളി. ചേച്ചി, അല്ല, മോൻ എന്താ ഈ നേരത്ത് ഫോണും പിടിച്ചിരിക്കുന്നേ? ജോലിക്ക് പോകുന്നില്ലേ? ഞാൻ, അതല്ലേ പറഞ്ഞ്, നല്ല ക്ഷീണം, ഞാനൊന്ന് ലീവാക്കി. ചേച്ചി, അമ്പട കള്ള, മടി പിടിച്ച് ലീവ് എടുത്തു. എന്നിട്ട് അതിൻ്റെ കുറ്റം എനിക്ക് അല്ലേ? ഞാൻ, എന്നാ അങ്ങനെ? ചേച്ചി, കാര്യമായിട്ടാണോ? നീ ലീവ് എടുത്തായിരുന്നോ? ഞാൻ, അതെ ചേച്ചി. ചേച്ചി, ഈ ചെക്കൻ്റെ ഒരു കാര്യം. അല്ല, എന്താ ഇന്ന് പരിപാടി?
ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അമ്മയോട് തലവേദനയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, ഓഹോ, എന്നാ മോൻ പോയി റെസ്റ്റ് എടുത്തോ. ചേച്ചി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ശരി, ഞാൻ അവിടെ വന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചേച്ചി, അയ്യടാ, ഇനി ഒരു 3-4 ദിവസത്തേക്ക് ഈ ഭാഗത്തേക്ക് കണ്ടുപോകരുത്. ഞാൻ 3-4 ദിവസമോ? ഞാൻ നാളെ വരും, എനിക്ക് കാണണം. പിന്നെ അത്രയും പറഞ്ഞ് ഞാൻ കള്ളച്ചിരി പാസാക്കി. ചേച്ചി, പൂവ, എന്ത് കാണാൻ? ഇന്നലെ കണ്ടതുപോലെയല്ലേ നിന്റെ കാണൽ? അത് കേട്ടതും ഞാൻ ചമ്മി. ഞാൻ അതിനെന്താ പ്രശ്നം? ഇന്നലെ ചെയ്തതൊക്കെ എപ്പോ വേണേലും ആവാലോ. അതിന് ചേച്ചിയുടെ മെൻസസ് ഒക്കെ ഒരു പ്രശ്നമാണോ? ചേച്ചി, നിനക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. ഞാൻ എന്താ ചേച്ചി? പ്ലീസ്, ഞാൻ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി, നിന്റെ അടവൊന്നും ഇവിടെ ഇറക്കേണ്ട. മോൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക്. ഞാൻ പക്ഷേ 4 ദിവസമൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ മറ്റന്നാളെ വരും. ചേച്ചി, നോക്കട്ടെ. ഫ്ലോ ഇന്നലെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഒരു കരുതൽ നല്ലതാണ്. ഞാൻ വരുമ്പോൾ സേഫ്റ്റി കൊണ്ടുവരാം. ചേച്ചി, പോടാ, എനിക്കവിടെ കംഫർട്ടായിരിക്കില്ല ഒരാഴ്ച. ഞാൻ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? അത് മാത്രം ഒഴിവാക്കാം. ചേച്ചി, ഷോ, ഇവനെ കൊണ്ട് തോറ്റല്ലോ. അത് കേട്ട് ഞാൻ ആകെ ഒരു ചിരി ചിരിച്ചു. ചേച്ചി, പിന്നെ ഒരു വിശേഷമുണ്ട്. ഞാൻ, അയ്യോ, എന്ത് വിശേഷം? ഇന്നലെ ഒന്ന് കണ്ടപ്പോഴേക്കും വിശേഷവുമായോ? ചേച്ചി, പോടാ അവിടുന്ന്, നിന്റെ ഒരു തമാശ. അതല്ല. ഞാൻ, പിന്നെന്താ ചേച്ചി? ചേച്ചി, എൻ്റെ കെട്ടിയോൻ്റെ അമ്മൂമ്മ ഇനി റിക്കവർ ആവാൻ ചാൻസ് കുറവാണെന്ന ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ കെട്ടിയോനും അങ്ങേരുടെ ചേട്ടനും ഭാര്യയുമൊക്കെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഞാൻ, അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമായിരുന്നില്ലേ? ചേച്ചി, 2-3 സ്ഥലങ്ങളിൽ മാറ്റി കാണിച്ചിരുന്നു. ഇപ്പോൾ കാണുന്ന ഡോക്ടർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അയാളാണ് പറഞ്ഞത് ഇനി പഴയതുപോലെ ആവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ബെഡിൽ തന്നെയായിരിക്കും ഇനിയുള്ള കാലം എന്നാ പറയുന്നത്. നിനക്കറിയാലോ മുത്തശ്ശി, ഇവിടെ എല്ലാവർക്കും നല്ല ഫ്രണ്ടിനെ പോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് ഒന്ന് കാണണമെന്നാ പറയുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ അവരൊക്കെ ഉണ്ടാവും. ഞാൻ, എന്തായാലും ചേച്ചിയുടെ കെട്ടിയോൻ്റെ ഏട്ടൻ്റെ ഭാര്യ ചേച്ചിയുടെ പണ്ടത്തെ ഫ്രണ്ടല്ലേ? ഇനിയിപ്പോൾ ചേച്ചിക്ക് ഒരു കൂട്ടായല്ലോ അവിടെ. ചേച്ചി, അതേടാ, അവൾക്കാണെങ്കിൽ ഇതുവരെ കുട്ടികളായിട്ടില്ല. എന്നെക്കാൾ മുൻപ് കല്യാണം കഴിഞ്ഞതല്ലേ? ഞാൻ, അത് ശരിയാ. ഇനി എൻ്റെ സഹായം വല്ലതും വേണ്ടി വരുമോ? ചേച്ചി, പോടാ അവിടുന്ന്. അതും പറഞ്ഞ് പിന്നെ ചേച്ചി നല്ല മലയാളം വാക്കുകളും പറഞ്ഞു. ഞാൻ, അവരുടെ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ചേച്ചി, അതേടാ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് നിൽക്കെ സമയം പോയതറിഞ്ഞില്ല. ചേച്ചി, കുറേ സമയമായല്ലോ, ഞാൻ പോകുവാ. ഞാൻ, പോവല്ലേ ചേച്ചി, മറ്റേ കഥ പറ. ചേച്ചി, അതൊക്കെ കുറേയുണ്ട് പറയാൻ, പിന്നെ പറയാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, കുറച്ച് പണിയുണ്ട്. എൻ്റെ കുളി പോലും കഴിഞ്ഞിട്ടില്ല. നിന്നോട് സംസാരിച്ചിരുന്നിട്ട് നേരം പോയതറിഞ്ഞില്ല. ഞാൻ, ഇനി എപ്പോ വരും? ഞാൻ ഒന്ന് ഉറങ്ങും ചിലപ്പോൾ. ചേച്ചി, ഞാൻ ഇനി ഉച്ചയ്ക്ക് വിളിക്കാം, അപ്പോഴേ ഒന്ന് ഫ്രീ ആവുള്ളൂ. ഞാൻ, ഓക്കെ ചേച്ചി, ബൈ. അതിനുശേഷം ഞാൻ കുറച്ചു നേരം ഫേസ്ബുക്കൊക്കെ നോക്കിക്കിടന്നു. ആകെ മൊത്തത്തിൽ ഒരു വല്ലായ്മ പോലെ. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ പാട്ട് വെച്ച് കിടന്നു. പിന്നെ ഒന്ന് മയങ്ങി. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദമായിരുന്നു. വീണ്ടും അമ്മയായിരുന്നു. അമ്മയെ കൊണ്ട് തോറ്റല്ലോ. അതും പറഞ്ഞ് ഞാൻ ചെന്ന് വാതിൽ തുറന്നു. അമ്മ, നിനക്ക് ചോറൊന്നും വേണ്ടേ? സമയം 3 മണിയായി. അങ്ങനെ ഞാൻ ബെഡിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. പാട്ട് അപ്പോഴും
ഓണാണ്. പിന്നെ 6 മിസ് കോൾ കണ്ടു. ചേച്ചിയാണ്. പാട്ട് വെച്ച് ഉറങ്ങിപ്പോയത് കൊണ്ട് ഫോൺ റിങ് ചെയ്തത് അറിഞ്ഞില്ല. ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ഉറക്കത്തിലായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം. അങ്ങനെ ഞാൻ ഫോൺ ബെഡിലിട്ട് ഹാളിൽ ചെന്ന് മുഖം കഴുകി ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും അമ്മ എല്ലാം വിളമ്പി വെച്ചിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടു. എനിക്ക് ആകാംക്ഷയായി. ചേച്ചിയായിരിക്കും. ഞാൻ വേഗം ഫുഡ് കഴിച്ചു തീർത്ത് ഫോൺ എടുത്ത് നോക്കി. ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. നീ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിക്ക് എന്നായിരുന്നു മെസ്സേജ്. ഞാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ സ്റ്റെപ്പ് കയറി ടെറസിലേക്ക് ചെന്നു. ചേച്ചിയെ കോൾ ചെയ്തു. ചേച്ചി കോൾ എടുത്തു. ഞാൻ എന്തു പറ്റി ചേച്ചി, കുറെ മിസ് കോൾ കണ്ടല്ലോ. ഞാൻ പാട്ട് വെച്ച് ഉറങ്ങിപ്പോയതാ. അതാ കോൾ വന്നത് അറിയാതിരുന്നേ. ഇപ്പോഴാ എണീറ്റത്. ചേച്ചി: ഓഹോ, എന്നിട്ടിപ്പോ എവിടെയാ? ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയുണ്ട്. ചേച്ചി: ആണോ? അമ്മയുണ്ടോ അടുത്ത്? ഞാൻ: ഇല്ല, ഞാനിവിടെ ടെറസിലാണ്. ചേച്ചി: ആഹാ, അവിടെ എന്താ പരിപാടി? അടുത്ത വീട്ടിൽ നോക്കി വിടലാണോ? ഞാൻ: അല്ല ചേച്ചി, അതൊന്നുമല്ല. ചേച്ചിയെ വിളിക്കാൻ വേണ്ടി കയറിയതാണ്. ചേച്ചി: ആഹാ, അതേതായാലും നന്നായി. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ: എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഒരു പേടിയോടെ ചോദിച്ചു. ചേച്ചി: പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രശ്നമാണ്. ഞാൻ: പേടിപ്പിക്കാതെ കാര്യം പറ ചേച്ചി. ചേച്ചി: അയ്യേ, ഇത്രയുള്ളോ നീ? അപ്പോഴേക്കും പേടിച്ചോ? ചേച്ചി കളിയാക്കി. ഞാൻ: ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ ചേച്ചി. ചേച്ചി: നീ പേടിക്കുകയൊന്നും വേണ്ട. നീ പേടിക്കുന്ന പോലെയൊന്നുമില്ല. ഈ വരുന്ന ശനിയാഴ്ച അവരൊക്കെ നാട്ടിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ: ഓ, അതാണോ? എൻ്റെ ജീവൻ പോയി. ഞാൻ വിചാരിച്ചു ആരെങ്കിലും നമ്മുടെ കാര്യം അറിഞ്ഞെന്ന്. അത് കേട്ട് ചേച്ചി പൊട്ടിച്ചിരിച്ചു. ഡാ, നിന്റെ പരാക്രമം കണ്ടപ്പോൾ എനിക്ക് അത് തന്നെ തോന്നിയിരുന്നു. ഞാൻ: പിന്നല്ലാതെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരായാലും പേടിക്കില്ലേ? അല്ല, ഇനിയിപ്പോൾ അവരൊക്കെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ കാണും? ചേച്ചി: ഓ, അപ്പോഴേക്കും പേടി മാറി ധൈര്യം വന്നു. അത് കേട്ട് ഞാൻ ചിരിച്ചു. അത് പിന്നെ പറ ചേച്ചി, നമ്മൾ ഇനി എങ്ങനെ കാണും? ചേച്ചി: അത് പറയാനാ ഇപ്പോൾ അത്യാവശ്യമായി നിന്നെ വിളിച്ചത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ: പറഞ്ഞോ ചേച്ചി. ചേച്ചി: ഫോണിൽ പറയാൻ പറ്റില്ല, നേരിട്ട് പറയാം. ഞാൻ: ആണോ? എന്നാ ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ?